ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശ്രീമതി ശശികല ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ്. ശശികല ടീച്ചർ, ഇതിപ്പോൾ വീണ്ടും ഹൈക്കോടതി സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രൂക്ഷ ഭാഷയിൽ ദേവസ്വം ബോർഡിനെ വിമർശിക്കുകയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ നമുക്കറിയാം കോടതി ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും ഈ വിഷയത്തിൽ വലിയ തോതിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കോടതി ഏറ്റവും ഒടുവിൽ പറയുന്നത് ദേവസ്വം മാനുവലിന്റെയും അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഉത്തരവിന്റെയും നഗ്നമായ ലംഘനം ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നു എന്ന നിലയിലേക്ക് കോടതി ഇപ്പോൾ ഉത്തരവിടുന്നു. അങ്ങ് എങ്ങനെയാണ് ശ്രീമതി ശശികല ടീച്ചർ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? മുമ്പ് തന്നെ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് അറിയേണ്ടത്, കോടതി ഇത്തരത്തിലുള്ള നിരീക്ഷണം നടത്തിയാലോ ഭക്തജനങ്ങൾക്ക് ബോധ്യം വന്നാലോ നമുക്ക് ആർക്കും എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. എല്ലാ നിയമവും ലംഘിച്ചു എന്ന് പറയുമ്പോൾ, ചെയ്യാൻ പാടില്ലാത്ത മുഴുവൻ ചെയ്തു എന്ന് പറയുമ്പോഴും ഇവരെ പിരിച്ചുവിടാൻ കോടതിക്ക് സാധിക്കുമോ? അതല്ലെങ്കിൽ ഇവർ സ്വയം പിരിഞ്ഞു പോകുമോ? അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനം ഇതിനെ ഒഴിവാക്കുമോ? ഇതാണ് ഭക്തജനങ്ങൾക്ക് അറിയേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് വാർത്തകളിൽ ഒരു ഓളം ഉണ്ടാക്കുന്നത് പോലെ നമുക്കൊക്കെ സന്തോഷിപ്പിക്കാൻ കോടതിയുടെ നിരീക്ഷണമുണ്ട്, അല്ലെങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ചില താൽക്കാലിക ആശ്വാസങ്ങൾക്കപ്പുറത്ത് ഇതിന് സ്ഥായിയായി എന്ത് പരിഹാരം? ഇനിയിപ്പോ ഈ ഓണമൊക്കെ അല്ലെങ്കിൽ വീണ്ടും വെക്കാൻ അവർക്കറിയാം. ഈ ചില പരാമർശങ്ങളോ അല്ലെങ്കിൽ ചില വ്യക്തികളിലേക്ക് ഇത് ഒതുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും സുരക്ഷിതരാണ്. പിന്നെ ഈ രാഷ്ട്രീയ സംവിധാനം ഇതിന്റെ മേലെ കയറി കളിക്കുകയാണ്. ഹൈന്ദവ ആരാധനാലയങ്ങളുടെ മേലെ, അതിന്റെ വരുമാനങ്ങളുടെ മേൽ, അതിന്റെ ആചാരങ്ങളുടെ മേല്, അതിന്റെ വിശ്വാസങ്ങളുടെ മേല് വീണ്ടും അവർക്ക് കളിക്കാനുള്ള മുഴുവൻ അധികാരം അവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഈ നിരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് നിരീക്ഷണം കേൾക്കുമ്പോഴും അതൊരു താൽക്കാലികമായ ഒരു സമാധാനം എന്നുള്ളതിനപ്പുറത്ത് നമുക്കിതിനെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് ആശ്വസിക്കാൻ കഴിയാത്തത്. ഈ സംവിധാനത്തെ പുറത്താക്കാൻ കോടതിക്കാകുമോ? അല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത്? ഇനി ചിന്തിക്കേണ്ടത് അങ്ങനെ. ഇനി നമുക്ക് താൽക്കാലികമായ മുറിവിൽ ഓയിൻമെന്റ് വരുത്തുന്നത് പോലുള്ള ചികിത്സ കൊണ്ട് ഇനി കാര്യമില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ നിന്ന് ചെയ്യാത്തത്? അവര് ആചാരം ലംഘിച്ചു 18, 19 കാലഘട്ടങ്ങളിൽ. അത് കഴിഞ്ഞ് ഊരാവുന്നത് അഴിക്കാവുന്നത് മുഴുവൻ അഴിച്ചുകൊണ്ട് പോയൊരവസ്ഥ. ബാക്കി കണക്കുകളുടെ ഒക്കെ കാര്യം നോക്കിയാൽ ഇതിനേക്കാൾ ഗംഭീരമായിരിക്കും. അപ്പൊ ഈ നിരീക്ഷണങ്ങൾക്കപ്പുറത്ത് 2, 3 അറസ്റ്റിനപ്പുറത്ത് ഇവിടുത്തെ ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സംവിധാനം ഇനി വേണ്ട. രാഷ്ട്രീയക്കാർ മേൽനോട്ടം കൊടുക്കുന്ന ഓരോ 2 വർഷത്തേക്ക് മാത്രമായിട്ട് വരുന്ന മേലധികാരികൾ അവർക്ക് ഇരിക്കുന്ന കാലം പരമാവധി കക്കാം. അതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. പൂരം നന്നാവണമെന്ന് ആനയ്ക്കില്ലാത്ത കുളത്തിന് അതിന് പട്ട കിട്ടണമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ 2 വർഷം കൊണ്ട് തങ്ങൾക്ക് എന്ത് കിട്ടും അത് പരമാവധി ഊരിക്കൊണ്ടുപോവുക എന്നതിന് ഈ 2 വർഷത്തെ ഏതെങ്കിലും ഒരാളെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്നെങ്കിൽ വേണമെങ്കിൽ 1 വർഷമാക്കി മാറ്റാൻ അവർക്ക് അധികാരമുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയക്കാർ നിശ്ചിതമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി ചുരുക്കാം, നിങ്ങൾ ഇഷ്ടക്കാരനാണെങ്കിൽ അത് കൂട്ടിക്കൊടുക്കാം, വീണ്ടും നിയമനം കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇപ്പൊ ഈ പ്രശാന്തിന്റെ കാലത്താണ് ഇതൊക്കെ നടന്നതെന്ന് പറഞ്ഞാലും പ്രശാന്തിന് വീണ്ടും കാലാവധി നീട്ടിക്കൊടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംവിധാനം അത് വെച്ചുകൊണ്ട് വരുന്ന ഇത്തരം വാർത്തകളിൽ ഒന്നും നമുക്ക് ആശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ഈ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം ഹിന്ദുവിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഈ വാള് അത് എടുത്തേ മതിയാകുള്ളൂ. വളരെ നന്ദി ശ്രീമതി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.